ഹായ് മകളെ, ചെറിയൊരു യാത്ര പോയാലോ? ഞാനിനി പറയാൻ പോകുന്ന യാത്ര പോകണം, നിങ്ങൾക്ക് അതിമനോഹരമായിട്ട് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് കണ്ണടയ്ക്കുക. +1 +2 അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലേക്ക് ആദ്യമായിട്ട് വന്ന ഒരു ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളെ കാത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട സീനിയേഴ്സ് വരാന്തകളിൽ നിൽക്കുന്ന ഒരു രംഗമുണ്ട് അല്ലേ? എപ്പോഴാണ് ഞങ്ങളുടെ ജൂനിയേഴ്സ് വരിക? പക്ഷേ ആ ദിവസങ്ങളെല്ലാം കടന്നുപോയിട്ട് ഏകദേശം 1.25 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്യാമ്പസിനോട് വിട പറയുകയാണ്. ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ സമ്മാനിച്ച, നല്ലതും ചീത്തയുമായിട്ടുള്ള, ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ സമ്മാനിച്ച 2 വർഷങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകം കഴിയുകയാണ്. ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചതും ഒരു ബെഞ്ചിലിരുന്നു കൊണ്ട് സൊറ പറഞ്ഞതും അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് കൃത്യമായിട്ടറിയാം. എന്തിനാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്? ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ പിന്നെ എന്ന് പറയാനാണ്. നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഒക്കെ വാങ്ങി അല്ലെങ്കിൽ നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ സ്കൂളുകളിലേക്ക് അഡ്മിഷൻ എടുത്ത് വന്നത്. +2 ശേഷം എന്ത് എന്ന് പല കുട്ടികൾക്കും അറിയില്ല. എന്നാൽ കൃത്യമായിട്ട് എയിം ചെയ്തുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് മക്കൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഒരു ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, CA കാരനാവുക, CMA കാരനാവുക, IAS കാരനാവുക, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ര ആഗ്രഹങ്ങളുമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഒരു പക്ഷേ തെറ്റാണ്. കാരണം ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു എയിം എന്ന് പറയുന്നത് +2 നല്ല മാർക്ക് വാങ്ങുക. മറ്റൊന്നിനെ പറ്റി നിങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ല. സത്യമല്ലേ? അതിനൊക്കെ പറ്റി ആലോചിക്കാൻ നമുക്കൊരു സമയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനിയും സമയമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഓർമ്മകളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയുള്ള ദിവസം ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ ഇതുവരെ പഠിച്ച അല്ലെ 2 വർഷത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റുകയുള്ളൂ. ഇതുവരെ ഒന്നും പഠിക്കാതെ ലാസ്റ്റ് സമയത്തേക്ക് പഠിക്കാൻ വരുന്ന ഒരുപാട് മക്കളുണ്ട്. ലാസ്റ്റ് സമയം വന്നുകൊണ്ട് പഠിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടി മുമ്പ് നോക്കിയിരുന്നുവെങ്കിൽ എനിക്ക് ഇതിലും മികച്ച മാർക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു എന്ന ചിന്ത പലർക്കും വന്നിട്ടുണ്ട്. ഞാനും ഏകദേശം സമാനമായിട്ടുള്ള ചിന്തയിലൂടെ വന്ന ഒരാളാണ്. അവസാന സമയങ്ങളിൽ കൂടുതൽ പഠിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ആ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ആ മനസ്സിലാവുന്നത് വിചാരിച്ചുകൊണ്ട് ഒരുപാട് ടെൻഷൻ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നേരത്തെ എനിക്ക് പഠിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു എന്ന കുറ്റബോധം നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനി അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ ഓരോ മണിക്കൂറുകളും നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഒറ്റ മൈൻഡ് കൊണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളും നിങ്ങളുടെ റിസൾട്ടിനെ അത്രയധികം സ്വാധീനിക്കുക തന്നെ ചെയ്യും. +2 ഫുൾ A+ നേടിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഇനിയും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലേക്കുമുള്ള അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻറ്റേജിലല്ല, പകരം എൻട്രൻസ് എക്സാമുകളിലാണ്. അപ്പോൾ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ, മിനിമം ഒരു 75% അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കണം എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോഴും കേരളത്തിലുള്ള മറ്റു പല സ്ഥാപനങ്ങളിലും നമ്മുടെ പേഴ്സൻറ്റേജ് വെച്ചുകൊണ്ട് തന്നെ ഡിഗ്രിക്കും അല്ലാതെയൊക്കെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എയിം ചെയ്യുന്ന ആളുകൾ 90 എബോവ് അല്ലെങ്കിൽ 95 എബോവ് തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുക. ഒരു എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, CMA കാരനൊക്കെ ആവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എയിം ചെയ്യേണ്ടത് 95+% തന്നെയാണ്. അതിന് അത്രയധികം ഭംഗിയുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്കുള്ള സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ നൽകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ +2 ആദ്യമായിട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയയും ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ വന്നു ചേർന്നത് സൈലത്തിൻ്റെ അഗ്നി ബാച്ചിലേക്കായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് സൈലം അഗ്നി ബാച്ച് അല്ലെങ്കിൽ സൈലം ക്ലാസ് 12 എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലായിരിക്കാം. നിങ്ങൾ അത്രയധികം കൈപിടിച്ച് ഉയർത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന അത്രയും ഞങ്ങൾ എഫേർട്ട് എടുത്ത് നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനൊക്കെ നിങ്ങൾ പകരം സമ്മാനമായിട്ട് തരേണ്ടത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ മാർക്ക് തന്നെയാണ്. നിങ്ങൾ പറയുന്ന കമൻറ്റുകളിലൊക്കെ അപ്പുറമൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾ തരുന്ന കമൻറ്റുകൾക്കപ്പുറമൊന്നും ഞങ്ങളുടെ എഫേർട്ടിന് വിലയില്ല. നിങ്ങൾ പറയുന്നതാണ്, അല്ലെ നിങ്ങൾ ഞങ്ങളോട് വന്ന് പറയുകയാണ്, സാർ എനിക്ക് മാത്സിൽ A+ കിട്ടി, അല്ലെ ഫിസിക്സിൽ A+ കിട്ടിയെന്ന് പറയുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. സോ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വരുന്ന +2 പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കൊണ്ട് ഫുൾ A+ഉം ഫുൾ മാർക്കും വാങ്ങാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. ബൈ.